ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോകർണയിൽ പോയൊരു കഥ പറയാൻ വേണ്ടിയിട്ടാണ്. ഗോകർണയിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ടെന്റ് ക്യാമ്പിംഗ് ഒക്കെ തപ്പി നടക്കുകയായിരുന്നു. പക്ഷെ അത് അത്യാവശ്യം എല്ലാം ബീച്ച് ഏരിയയിലായതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു ഒരു ടെന്റ് സ്റ്റേ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു റിസോർട്ട് ഹോട്ടൽ എന്നതിന് പകരമായിട്ട് ഒരു ഹോസ്റ്റൽ എന്നതിന് പകരമായിട്ട് ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ കാണുന്ന ഹോം സ്റ്റേ ആണ് ഹഞ്ചിന മെയിൻ ഹോം സ്റ്റേ. ഇത് എക്സാക്ട്ലി ഗോകർണയിൽ അല്ലെങ്കിൽ പോലും ഗോകർണയിൽ കുംതയ്ക്ക് ഇടയിൽ കിടക്കുന്ന സ്ഥലമാണ്. അത്യാവശ്യം ഒരു 9-10 സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു സ്കൂട്ടി റെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയി കാണാൻ പറ്റുന്നതാണ്. സമ്മർ ടൈമിൽ പൊതുവെ നല്ല ഉഷ്ണമായിരിക്കും ഈ കർണാടകയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം വെള്ളം പോലും കിട്ടാത്ത ഒരു അവസ്ഥ വരുന്ന രീതിയിലാണ് ബാംഗ്ലൂരൊക്കെ. എങ്കിൽ പോലും ഈ ഒരു റൂം എന്ന് പറയുന്നത് അത്യാവശ്യം കൂളായിരുന്നു. ഞാനത് അത്യാവശ്യം ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു. അവിടെ ഫാൻ മാത്രം ഉള്ളതെങ്കിലും ആ റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്കൊരു അത്യാവശ്യം ഒരു നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം ആ ടെമ്പറേച്ചർ ഒന്നും ചൂടെടുക്കുന്നുണ്ടായിരുന്നില്ല. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ ഞാൻ പറയാം. പിന്നെ അവിടുത്തെ ഇന്റീരിയർ ഡിസൈനിങ് നമ്മളെ കേരളത്തിന്റെ ഒരു ഫീല്, കേരളത്തിന്റെ കഥകളി പോലെയുള്ള ആ ആർട്ട് ഫോംസ് ഒക്കെ പെയിന്റ് ചെയ്തതുകൊണ്ട് തന്നെ കേരളത്തിലാണെന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ പുറത്ത് തന്നെ അത്യാവശ്യം ചെയറുകളും അതുപോലെ നമുക്ക് തുണി വിരിക്കാനുള്ള സൗകര്യമൊക്കെ അവർ ഒരുക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ, ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. അത്യാവശ്യം നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഒരു ഏരിയ കൂടിയായിരുന്നു ഈ ഹോം സ്റ്റേ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഒരു തറവാട്ടില് നമ്മളൊരു പണ്ടത്തെ ആൾക്കാരൊക്കെ തറവാട്ടിൽ പോകുമ്പോൾ ഒരു ഫീൽ, നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തറവാട്ടിൽ പോയൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. മുറ്റത്തൊരു മാവിന്റെ മുകളിൽ നിറയെ മാങ്ങ, ആ മാങ്ങ കഴിച്ച് അവിടേക്ക് ഇരുന്ന് അവിടേക്ക് എൻജോയ് ചെയ്ത് അതിനുശേഷം നമ്മൾ സ്കൂട്ടി എടുത്ത് ഗോകർണ കറങ്ങാൻ പോകുന്നത്, അതൊക്കെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന സഫലമായ ഒരു ഫീലായിരുന്നു. ഒരു സോളോ ട്രാവലർ എന്ന നിലയ്ക്ക് അവിടെ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഫീലും ഉണ്ടായിരുന്നില്ല. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അതിന്റെ ഓണേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ തന്നെ അവര് സെർവ് ചെയ്തായിരുന്നു. ഒരു പുറമേ നിന്നുള്ള ഒരു ഫീൽ ഒട്ടും എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹേ ഗായ്സ്, ഞാൻ ഇന്നുള്ളത് ഹഞ്ചിന മെയിൻ ഹോം സ്റ്റേയിലാണ്. ഇത് ഏകദേശം കുംതയുടെയും ഗോകർണയുടെയും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് ഹഞ്ചിന മെയിൻ ഹോം സ്റ്റേ. ഇന്നെൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സെക്കൻഡ് ഡേ ഞാൻ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഹൊന്നവറാണ്. ഹൊന്നവറിന്ന് കുറച്ച് സ്ഥലങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ടൈം ഉണ്ടാക്കണം. ഹാഫ് മൂൺ ബീച്ച് പോകാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്ലേസസ് മൊത്തം കവർ ചെയ്യാനാണ് ഇന്നെൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് പൊളിക്കാം.